നീ എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോവുക. ഞാൻ നിന്നോട് പറയുന്നതുവരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹേറോദോസ് യേശുവിനെ നശിപ്പിക്കുവാൻ അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞു. യോസേഫ് രാത്രിയിൽ എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മിസ്രൈമിൽ നിന്നും നിന്റെ പുത്രനെ ഞാൻ വിളിച്ചുവെന്ന് കർത്താവ് പ്രവാചകന്മാന്തരം പറഞ്ഞത് നിവൃത്തിയാകത്തക്ക വിധം ഹെരോദേസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. വിദ്വാൻമാർ തന്നെ കബളിപ്പിച്ചു എന്ന് കണ്ട് ഹെരോദേസ് ഏറ്റവും കോപിച്ചു. അവരോട് ചോദിച്ചറിഞ്ഞ സമയം കണക്ക് കൂട്ടി 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയെല്ലാം ബേത്ലഹേമിലും പരിസരങ്ങളിലും ആളേച്ച് കൊല്ലിച്ചു. റാമയിൽ വലിയ കരച്ചിലിന്റെയും വിലാപത്തിന്റെയും ശബ്ദം കേട്ടു. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവർ ഇല്ലാതായതിനാൽ ആശ്വാസം പ്രാപിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത് അപ്പോൾ നിവൃത്തിയാകുകയും ചെയ്തു. ഡിസംബർ മാസം 27-ാം തീയതി ഈ 2007 ശിശുവധ പെരുന്നാളിന്റെ ദിവസം സന്ധ്യയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും വായിക്കേണ്ട ഒരേ വേദഭാഗം നമ്മൾ ഇപ്പോൾ ഒരിക്കൽ കൂടെ വായിച്ചിരിക്കുന്നു. നമുക്ക് ഏതാനും മിനിറ്റുകളിലൂടെ ഇരിക്കാം. ശിശുവധ പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പെരുന്നാൾ കർത്താവിന്റെ ജന്മപെരുന്നാളിന് ശേഷം വെച്ചിരിക്കുന്നത് എന്തിനാണ്? എല്ലാ വർഷവും ഇങ്ങനെ ഒരു പെരുന്നാളുണ്ട്. ഇത് ഡിസംബർ മാസം 27-ാം തീയതി എല്ലാ വർഷവും നടത്തുന്നതിന്റെ പ്രസക്തി എന്താണ്? എല്ലാ വർഷവും നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ പലരുടെയും ഉള്ളിൽ യേശുക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഹേരോദാമാരും അന്നും ഇന്നും ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഈ പെരുന്നാളിന് പ്രസക്തി ഉണ്ടായത്. ആന്തരിക ഹെരോദേസിന്റെ വലിയ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേഹിയുടെ മണ്ഡലത്തിലെ യേശുക്കുഞ്ഞുങ്ങളെ രക്ഷിച്ചു കൊള്ളണമെന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രമീൺ സുദ്രാവിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആന്തരികമായ ഹെരോദേസിനെ കണ്ടെത്തി ആ ഹെരോദേസിനെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തലയായ ദിവസത്തിലുള്ള വളരാൻ കഴിയൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മറിയാമിൽ നിന്ന് ജനിച്ചതായ ആ യേശു നമ്മുടെ പ്രാണപ്രിയനായി മാറി. നമ്മുടെ പ്രാണക്കുട്ടികൾ ആ യേശുവിനോളം വളർന്നെങ്കിൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. 2 പേർക്കും പൊരുത്തം ഉണ്ടായിരിക്കണം. ആ മണവാളന്റെ തോള് പോലെ നമ്മുടെ തോള് ഇരിക്കണം. മണവാളന്റെ തോളിനോട് നമ്മുടെ തോള് വളർന്നെങ്കിലേ മൃദുവായ നുഖവും ലഘുവായ ചുവടും തന്ന് നമ്മളെ വഴി നടത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ അനുദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അമിതമായ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ ഭാര്യയായിരുന്നോ, ഭർത്താവായിരുന്നോ, ടീച്ചറായിരുന്നോ, ഡോക്ടറായിരുന്നോ, ഓഫീസറായിരുന്നോ, അല്ലെ അനുദിന ജീവിതത്തിൽ ഒരു പുരോഹിതനായിരുന്നോ നിങ്ങൾ ഭാരം വഹിച്ച് കുഴയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തലയായ ക്രിസ്തുവിന്റെ ആ തോളിനോടും നമ്മുടെ പ്രാണക്കുട്ടിയുടെ തോള് വളർന്നില്ല എന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് അതിനു മുമ്പേ പല ഭാരങ്ങൾ വന്നു വീണു. കയറിയെടുക്കുകയോ വന്നു വീഴുകയോ എടുത്തു വെക്കുകയോ ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന്റെ വ്യവസ്ഥിതി അതാണ്. സമയമാകുന്നതിന് മുമ്പേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചില മുഖങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ചിലത് മറ്റുള്ളവർ കെട്ടിയേൽപ്പിക്കും, ചിലത് വന്നു വീഴും. ഇങ്ങനെയൊക്കെ പലതരത്തിൽ പല മുഖങ്ങൾ നമ്മുടെ കഴുത്തിൽ ഇരിപ്പുണ്ട്. ആ മുഖങ്ങളെല്ലാം നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ വലുതായിരിക്കും. ആ മുഖം വെച്ചിട്ട് ആരുടെയെങ്കിലും കഴുത്ത് പൊട്ടിയിട്ടുണ്ടോ, നീര് വെച്ചിട്ടുണ്ടോ, വേദന എടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ അർത്ഥം സമയത്തിന് മുമ്പ് വന്നതായ ഏതൊക്കെയോ മുഖങ്ങൾ നമുക്കുണ്ടെന്നാണ് എന്റെ അർത്ഥം. എന്നാൽ കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ 11-ാം അധ്യായത്തിന് 28-ാം വാക്യത്തിൽ പറയുന്നത് എന്റെ മുഖം മൃദു എന്റെ ചുമട് ലഘുവാണ്. ധ്വാനിക്കുന്നവരും പറഞ്ഞു നോക്കുന്നവരും എന്റെ അടുക്കൽ വരാമെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും പറഞ്ഞു. നമ്മൾ എത്രയും നാളായിട്ടും ആശ്വാസമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് പ്രാണപ്രിയന്റെ അടുത്ത് ചെല്ലാൻ ഒത്തിട്ടില്ലെന്നാണ് എന്റെ അർത്ഥം. പ്രാണപ്രിയന്റെ അടുത്ത് പ്രാണക്കുട്ടികൾ ഭാരവും കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അത് അവിടെ താഴെ വെച്ച് ആ കർത്താവ് അത് ഏറ്റുവാങ്ങിയതിന് ശേഷം തന്റെ തോളിനോടും നമ്മുടെ തോൾ വളർന്നു എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ മൃദുവായ മുഖം എടുത്തു വയ്ക്കുകയുള്ളൂ. അതുവരെയും ആ ഭാരം പലരുമായി പങ്കിട്ടിട്ട് വളരാൻ നമ്മൾ നോക്കിയിരിക്കും. വളർച്ച പ്രാപിക്കുന്നതിന് മുമ്പ്, ഭാരം വഹിക്കാൻ കഴിയുന്നതിന് മുമ്പ് മുഖം വെച്ചാൽ അവർ കുരഞ്ഞു പോവും, മുരഞ്ഞു പോവും, അവർ തളർന്നു വീഴും, താഴെ വീഴുകയും ചെയ്യും. കഴിഞ്ഞകാല ജീവിതത്തിൽ നിർഭാഗ്യവശാൽ സഭയും സമൂഹവും രാഷ്ട്രവും പ്രായമാകാത്ത പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകമായോ പക്വതയായോ സമയമായോ എന്നറിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലരുടെയും തോളിലിരിക്കുന്ന മുഖം അസമയത്ത് അസ്ഥാനത്ത് വന്നു കയറിയതാണ്. എന്നാൽ നമുക്ക് ഇന്ന് അതെടുത്ത് താഴോട്ട് വയ്ക്കാം. ഇന്ന് ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിലൂടെ എന്നിട്ട് ഇറക്കി വെച്ചിട്ട് കർത്താവ് എനിക്ക് പാകമായത് മാത്രം തിരികെ തന്നാൽ മതി, മൃദുവായ മുഖവും ലഘുവായ ചുമടും എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, എനിക്ക് അത് മതി.
അതുകൊണ്ട് ഭാരത്തെ ചൊല്ലിയിൽ ഒരിക്കലും ദുഃഖിക്കാൻ ഞാൻ ഇടയാകാതിരിപ്പാൻ തക്കവണ്ണം ഇതുവരെ ഉണ്ടായതായ മുറിവുകളെയും ചതവുകളെയും എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ ഇന്ന് നടത്താൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതായ എല്ലാ ഭാരങ്ങളും പിതാവിന്റെ സന്നിധിയിൽ വെക്കാമെന്നാണ് 55-ാം സങ്കീർത്തനം. നിന്റെ ഭാരം യഹോവയോട് വെച്ചുകൊള്ളുക. അപ്പോൾ നമ്മളെ പിതാവിന്റെ സന്നിധി എല്ലാ ഭാരവും കൊണ്ട് കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അത് പുത്രൻ വഴി പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കണം. എയർപോർട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വലിയ ലഗേജുകൾ ബോർഡിംഗ് പാസ് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചു കൊടുത്താൽ മതി, അവരത് കൺവെയർ ബെൽറ്റോട്ട് എടുത്തു വെക്കും. പക്ഷെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടണം, നമ്മുടെ ടിക്കറ്റും നമ്മുടെ യാത്രയും എല്ലാം ഭദ്രമാണ്, അത് ന്യായമാണ്, അത് യുക്തമാണെന്ന് അറിഞ്ഞെങ്കിലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ ഭാരം ആ കൺവെയർ ബെൽറ്റ് വഴി പ്ലെയിനിൽ കയറി നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് വന്നിരിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഓരോ ഭാരവും സ്വർഗത്തിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടേ പണി പറ്റുള്ളൂ. നമ്മുടെ ഇരിക്കുന്ന അമിതമായ ഭാരം പരിശുദ്ധാത്മാവ് എടുത്ത് അത് യേശുവിന്റെ കൊടുത്ത് യേശു അത് പിതാവിനെ ലയിപ്പിക്കണം. പിതാവ് അത് സോർട്ട് ചെയ്തിട്ട് കുറെ പിതാവ് തന്നെ കൈകാര്യം ചെയ്യും. കാരണം പുത്രൻ യുദ്ധത്തിന് പോയിരിക്കുന്ന ഒരാളായോണ്ട് തന്റെ വലത്തുവശത്താണ് പുത്രൻ ഇരിക്കുന്നെങ്കിലും താൻ ശത്രുവിനെ പാതവിട്ട് നോക്കാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായോണ്ട് പിതാവ് എല്ലാ കാര്യവും പുത്രനെ ഏൽപ്പിക്കുകയില്ല, എല്ലാ കാര്യവും അറിയിക്കുകയില്ല. കർത്താവിന്റെ കല്യാണത്തിന്റെ ദിവസവും സ്ഥലവും പോലും അറിയിക്കാതെ കുഞ്ഞാ നീ യുദ്ധം ചെയ്തോ, നിന്റെ മണവാട്ടിയുടെ കേസങ്ങ് തീർത്തോ, ഞാൻ ബാക്കിയായിരുന്നു നിൽക്കോളാം എന്ന് പറഞ്ഞിരിക്കുക. എന്തൊരു വലിയ ആശ്വാസം അങ്ങനെ ഒരു അപ്പനുള്ളത്. മക്കളോട് പറയും ഞാനിത് നോക്കിക്കോളാം, നീ ഇത് മാത്രം നോക്കിയാൽ മതി, നീ മറ്റൊരു കാര്യം ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെല്ലാം അനാവശ്യ കാര്യം ചിന്തിച്ച് നമ്മൾ ശക്തി കളയുന്നു. കല്യാണം ഉറച്ചിരിക്കുന്ന മണവാളൻ കല്യാണത്തിന്റെ ഡേറ്റും സ്ഥലവും പോലും അറിയണ്ട, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഈ അവളുടെ കേസൊന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ഏകാഗ്രത നമുക്കുണ്ടോ? അങ്ങനെ നമ്മുടെ കേസ് മുഴുവൻ, നമ്മുടെ ഭാരം മുഴുവൻ അപ്പച്ചനെ കൊണ്ട് ഏൽപ്പിച്ചാൽ അപ്പച്ചൻ അങ്ങനെ വലിയൊരു കാര്യം ചെയ്യും. നീ അറിയണ്ടാത്ത കാര്യം നീ ഇപ്പൊ അറിയണ്ട, ഇത്രയും കാര്യം മാത്രം ചെയ്താന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ. ആരെ കൊണ്ടും പറ്റാത്തല്ല അപ്പച്ചന്റെ കൈ വെക്കും. യുദ്ധത്തിന് അത്യാവശ്യമുള്ള കാര്യം മാത്രം മോനെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ തന്നെ ഭൂമിയിലേക്ക് കൊടുത്തു വിട്ടിട്ട് നമ്മുടെ മറ്റു തലകളിലേക്ക് കൊടുക്കുകയാണ്. ഭൂമിയിൽ ദൃശ്യമായ അനേക തലകളുണ്ട്. പിതാവ്, ഭർത്താവ്, ഭരണാധികാരികൾ, നമ്മുടെ ഓഫീസർമാർ, ഇവരൊക്കെ ദൃശ്യമായ തലകളാണ് നമ്മുടെ മുകളിലുള്ള. അവരുടെ കയ്യിലേക്ക് നമ്മുടെ ഭാരം കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവരും കൂടെ അതൊന്ന് സോർട്ട് ചെയ്തിട്ട് വേറെ പലരുമായി പങ്കിട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ചില ഭാരങ്ങൾ വരുള്ളൂ. അത് മൃദുവായിരിക്കും, അത് ലഘുവായിരിക്കും. അല്ലാത്തതൊക്കെയും അനാവശ്യമായി കെട്ടിയേൽപ്പിച്ചതോ പിശാച് തന്നതോ വന്നതൊക്കെ ആയിരിക്കും. അതെല്ലാം ഒന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വെച്ചിരിക്കുക. അങ്ങനെ മൃദുവായ നുഖവും ലഘുവായ ചൂടും മാത്രം എനിക്ക് മതിയെന്ന് പറയണമെങ്കിൽ യേശുവിന്റെ തോളിനോളം നമ്മുടെ തോട് വളർന്നെങ്കിൽ യേശു ഒരു നുഖം എടുത്ത് വെക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ബാലൻസ്ഡ് ആയിരിക്കും. നമ്മള് തോട് ശകലം പ്രായം കുറവാണെങ്കിൽ ഭാരം അവിടെ ആയിരിക്കും കൂടുതൽ എന്നുള്ളത് മറ്റൊരു തത്വമാണ്. അതുകൊണ്ട് കർത്താവ് ഈ തരുന്നിടം വരെയും ബലമുള്ള കൈക്കീഴ് താണിരിക്കണമെന്നാണ് പത്രോസിന്റെ ലേഖനം പറയുന്നത്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കാമെങ്കിൽ ആ കൈക്കീഴിൽ നമ്മളെ വളർത്തിയതിന് ശേഷം നമ്മൾ എഴുന്നേൽപ്പിച്ചതിന് ശേഷം നിർത്തിയതിനു ശേഷം കർത്താവിന്റെ തോളുമായിട്ട് ആ പൊക്കം അങ്ങനെ ഇരിക്കുന്ന ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ദൈവം നമുക്കൊരു കാര്യം തരികയുള്ളൂ. തന്നാൽ അതിനെക്കുറിച്ച് ഒരിക്കലും വിലപിക്കേണ്ടി വരികയുമില്ല. ഈ വലിയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ കൂടത്തൈകളിൽ തന്നിരിക്കുന്ന ഈ യേശു കുഞ്ഞിന്റെ പ്രാണക്കുട്ടികളെ നമ്മൾ യേശുവിനോളം വളർത്താനുള്ള വളവും വെള്ളവും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഈ ദൈവരാജ്യത്തിന്റെ ഫാക്ടറി നമുക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂട്ടുവേലക്കാരായി നമ്മൾ വിളിച്ചിരിക്കുക. നമ്മൾ കൂട്ടുകൃഷിക്കാരും കൃഷിയുമാണെന്നുള്ള കാര്യം കൊരിന്ത്യർ ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ യേശു കുഞ്ഞിനെ വളർത്തുന്ന ഈ ബന്ധപ്പാടിൽ ഈ യേശു കുഞ്ഞിനോട് അസൂയയുള്ള ഹേരോദാമാരെ കൈകാര്യം ചെയ്യുന്ന കാര്യവും പിതാവ് നോക്കിക്കോളും. പിതാവിന്റെ കടന്ന കരുതലുകൾ നോക്കുക. ഈ യേശു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അനേകം കുഞ്ഞുങ്ങളെ കൊല്ലാൻ വിട്ടുകൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ പിന്നെ നേഴ്സറിയിൽ വളർത്തി വീണ്ടും യേശുവിന് തന്നെ കൊടുത്തു. ആദ്യത്തെ സഹദാമാരായി ഈ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രമോഷൻ കൊടുത്ത് ഇന്ന് മാലാഖമാരുടെ കൂട്ടത്തിൽ അവരെ കാണാം. അവരെല്ലാവരും ഇന്ന് ആരാധന സംബന്ധിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ കുറിച്ചിയിലെ ബാബാ തിരുമേനി, അതായത് ഗീവറി സ്ഥിതിയൻ ബാബാ തിരുമേനി ഒരിക്കൽ ഇതുപോലെ ഡിസംബർ മാസം 27-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കുന്ന കണ്ടു. അത് അസാധാരണമായിരുന്നു. ബാബാ തിരുമേനി ആ സമയത്തൊന്നും പുറകോട്ട് നോക്കാറില്ല. പക്ഷേ ഈ കുർബാനയ്ക്കിടയിൽ അദ്ദേഹം പല പ്രാവശ്യം പുറകോട്ട് നോക്കിയത് എന്താണെന്നറിയാവോ? ഈ ശിശുവധ പെരുന്നാളിലെ ശിശുക്കളെ കാണാൻ വേണ്ടിയായിരുന്നു.
കുഞ്ഞുങ്ങളായി പറന്നു. അപ്പൊ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഇവിടെ പറന്നു വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? ഇന്ന് ആരാധന മധ്യത്തിൽ അന്തർനയനം തുറക്കുകയാണെങ്കിൽ ഈ ശിശുവധ പെരുന്നാളിൽ കൊല്ലപ്പെട്ട യേശുക്കുഞ്ഞിന് വേണ്ടി കൊല്ലപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും ഇത് കുർബാന നടക്കുന്നതെല്ലാം പോയി നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ യേശുക്കുഞ്ഞിനെ വളർത്താനുള്ള ബന്ധപ്പാടിൽ അവർ നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ സാന്ത്വനിപ്പിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. അവരെ കാണാനും അവരോടൊപ്പം കർത്താവിനെ ആരാധിക്കാനും കർത്താവിന്റെ പ്രാണക്കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അതിനോട് നമുക്ക് പ്രാർത്ഥിക്കുക. ശിശുവധ പെരുന്നാളിൽ ഇന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമുക്ക് പ്രത്യാശ നൽകുവാൻ തോന്നും. സ്വർഗത്തിൽ നിന്ന് മാലാഖമാരെ പോലെ പറന്നെത്തിയിരിക്കുന്ന യേശുക്കുഞ്ഞിന് വേണ്ടി കൊല്ലപ്പെട്ടതായ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവർ ലോകപ്രകാരം നോക്കിയാൽ അകാല മൃത്യുവിന് ഇരയായെങ്കിലും യേശുക്കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പിതാവ് കരുതിയിരുന്നവരാണ് അവർ എന്നോർത്ത് അവർ യേശുക്കുഞ്ഞിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ കൊല്ലപ്പെട്ടെങ്കിലും അവരെ ആത്മലോകത്തിലെ നേഴ്സറിയിൽ വളർത്തിയെടുത്ത് അവരെ മാലാഖമാരാക്കിയപ്പോൾ അവർ സ്വർഗത്തിൽ നല്ല ജോലി കിട്ടിയവരാണെന്നതായി ഓർപ്പിക്കുന്നു. ശൈശവത്തിലെ തന്നെ ജോലി കിട്ടത്തക്കവണ്ണം ഉദ്യോഗകരുത്തോടുകൂടി വലിയ ട്രാൻസ്ഫർ ഒക്കെ കിട്ടി. അത് വലിയ ഒരു ഭാഗ്യമായി കരുതാം. അതുകൊണ്ട് പ്രായപൂർത്തി എന്ന് പറയുന്നത് കർത്താവിന്റെ കാര്യം സാധിച്ച് വേല തയ്ക്കുന്നത് അപ്പോഴാണ് പ്രായപൂർത്തി. ലോകപ്രകാരമുള്ള പ്രായപൂർത്തി അല്ലത്. അതുകൊണ്ട് വേല തെളിച്ചതിന് ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് കർത്താവ് പോയത്. അത് വെറും 33 വയസ്സുള്ള 34 വയസ്സ് തികയാത്ത ഒരു യുവാവാണ് നിവൃത്തിയായി എന്ന് പറഞ്ഞു പോയത്. അതായിരുന്നു യേശുവിന്റെ കാലം. ആ യേശുവിന്റെ ആ കാലം കൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 80 കൊല്ലം ജീവിച്ചാലും 100 കൊല്ലം ജീവിച്ചാലും വേല തയ്ക്കാതെ നിവൃത്തിയാകാതെ പോയാൽ അകാല മൃത്യു തന്നെ. അതെ, കുര്യാക്കോസ് സഹോദരൻ ഒരു 33 മാസമേ ജീവിച്ചുള്ളൂ. അതും കാലം കഴിഞ്ഞതിന് ശേഷം പ്രായപൂർത്തിയായ ഒരാൾ ചെയ്യുന്നതിനൊക്കെ വലിയ വേല ചെയ്ത് കർത്താവിന്റെ അനേകരെ നേരിട്ടാണ് കുര്യാക്കോസ് സഹോദരൻ പോയത്. മാസങ്ങളെ ജീവിച്ചുള്ളൂ. അപ്പോൾ കാലത്തികവ് പ്രായപൂർത്തി എന്ന് പറയുന്നതിന് പുതിയ നിർവചനം കൊടുക്കണം. ഓരോരുത്തരെ കുറിച്ച് ദൈവം കരുതിയിരിക്കുന്ന വേല തികച്ചിട്ട് എപ്പോൾ ഇവിടുന്ന് പോകാനൊക്കുന്നതാണ് കാലത്തികവ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട വേലയുണ്ട്. ഓരോ ദിവസത്തെയും വേല തികച്ചതിന് ശേഷം നമ്മുടെ പ്രാണക്കുട്ടികൾ പോയെങ്കിലേ പ്രാണപ്രിയന്റെ മാറിലണയാനൊക്കെയുള്ളൂ. എല്ലാ ദിവസത്തെയും പ്രാണൻ 24 മണിക്കൂർ കൊണ്ട് ആ കർത്താവിനെ വേല ചെയ്ത് കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ട് കർത്താവിന് വേണ്ടി ഇവിടുന്ന് എടുക്കപ്പെട്ട് യേശുവിന്റെ മാറിലണഞ്ഞാൽ ആ പ്രാണക്കുട്ടിയാണ് ആ മാറിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ആ അനുഗ്രഹവുമായി മടങ്ങി 40-50 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മടങ്ങി വരുന്നത്. അതിന് മാത്രമേ നമ്മുടെ ശരീരത്തെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ മറിഞ്ഞിരിക്കുന്ന നമ്മുടെ ആത്മാവും പ്രാണനിൽ വളരുന്ന നമ്മുടെ ആത്മാവും വേല തെളിച്ച ആ പ്രാണക്കുട്ടിയെ മാത്രമേ അനുഗ്രഹങ്ങൾ നിറച്ച് നമുക്ക് തിരികെ തരികയുള്ളൂ. അപ്പോൾ വേല തയ്ക്കാതെ അകാലത്തിൽ പാതാളത്തിലേക്ക് പോകുന്ന പ്രാണക്കുട്ടികൾ അവിടെ അസ്വസ്ഥമായി കിടക്കുകയാണ്. അതിനെ വീണ്ടെടുത്ത് ആരുടെയെങ്കിലും നേഴ്സറി വളർത്തി അതിന് പ്രായപൂർത്തിയായി കഴിഞ്ഞേ അതിന് ഡ്യൂട്ടി കിട്ടുകയുള്ളൂ. പ്രായപൂർത്തിയാകുന്ന പ്രാണക്കുട്ടിക്ക് മാത്രമേ ചുമതല കിട്ടുകയുള്ളൂ. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും കൂടത്തൈ തരുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. എല്ലാ ആരാധനയിലും കൂടത്തൈ തരുന്നതിന്റെ ഉദ്ദേശം നമുക്ക് മുമ്പേ പോയവർ പ്രായപൂർത്തിയായി നമ്മുടെ വേലയിൽ പങ്കുചേരുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓർത്തേണ്ട നേഴ്സറിയിൽ നിന്ന് ഏറ്റുവാങ്ങി നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ നട്ടിരിക്കുന്നതായ പ്രാണക്കുട്ടികൾക്ക് യാതൊരു ഭാരവും കൊടുക്കരുത്. അതിനെ വളരാൻ അനുവദിക്കണം. പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ ഡ്യൂട്ടി ദൈവം കൊടുക്കുകയുള്ളൂ എന്ന് കാര്യം അറിയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ യേശുവിലായി വർഷങ്ങൾക്ക് മുമ്പേ പ്രായപൂർത്തിയായിരിക്കുന്ന പ്രാണക്കുട്ടികളാണ് നമ്മളോടൊപ്പം വേല ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഭാരം വഹിക്കുന്നത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മാത്രമേ അമ്മ ചെയ്യുന്ന ജോലി എല്ലാം ചെയ്യാനൊക്കെ ഉള്ളൂ. പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾക്ക് വീട്ടിലെ വേലകളെല്ലാം ചെയ്ത് അപ്പനെ അമ്മയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാനൊക്കെ അവർ പഠിച്ചോ കളിച്ചോ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞുവിടാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ശിശുവധ പെരുന്നാളിൽ പ്രായപൂർത്തിയായ പ്രാണക്കുട്ടികൾ യേശുവിനോടൊപ്പം നുഖമേൽക്കും. അവര് ആണ് നമ്മുടെ വേലയിൽ പങ്കാളികളാകുന്നത്. ഇങ്ങനെ നുഖമേൽക്കുന്നവർ ചിലർ യോദ്ധാക്കളായി മാറും, ചിലർ കൃഷിസ്ഥലത്ത് പണിയും, ചിലര് ഫാക്ടറിയിൽ ജോലി ചെയ്യും. ഇവരെല്ലാം അവിടെ നേട്ടങ്ങളുമായി വന്ന് നമ്മളെ അനുഗ്രഹിക്കും, ആശ്വസിപ്പിക്കും. പ്രവാചകന്മാരുടെ പ്രാണക്കുട്ടികളാണ് സൈന്യങ്ങളുടെ പണി ചെയ്തത്. എലീശായുടെ അടുത്ത് ശത്രുക്കൾ വന്നപ്പോൾ തന്റെ പ്രാണക്കുട്ടികളൊക്കെയും ആ വലിയ സൈന്യമായിട്ടാണ് കാണപ്പെട്ടത്. ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ പൊടി പോലെയും അനേക പ്രാണക്കുട്ടികളെ പ്രായപൂർത്തിയാക്കിയാൽ അവർ വലിയ സൈന്യമായി നമ്മുടെ കൂടെ ചുറ്റും നിന്ന് നമ്മളെ സഹായിക്കും. യുദ്ധത്തിലും നമ്മുടെ കൃഷിയിലും നമ്മുടെ ദിനചര്യകളിൽ നമ്മളെ സഹായിക്കാൻ പ്രായപൂർത്തിയായ പ്രാണക്കുട്ടികളെ ഉതവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെ നേടിയെടുക്കാനാണ് കുരിശിന്റെ പാതയിൽ നമ്മുടെ പ്രാണനെ നമ്മൾ വളർത്തി കർത്താവിന് നിവൃത്തിയായി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി കർത്താവ് കരുതിയിരിക്കുന്ന പകരം കോട്ട എല്ലാ ആഴ്ചയിലും ഏറ്റുവാങ്ങിക്കൊള്ളണം. ഇന്ന് നിങ്ങൾ കേട്ടല്ലോ, ഈ ധ്യാന മന്ദിരത്തിൽ വന്നവരുടെ മേലുള്ള തിന്മയുടെ അവകാശം തീർത്ത് അവരെ വേറെ വഴിക്ക് തിരിച്ചുവിട്ട് യേശു നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ ജീവികൾ ഇന്ന് കൊല്ലപ്പെടുന്നുണ്ട്.
എത്രയോ ജീവികൾ നമുക്ക് വേണ്ടി മാറ്റപ്പെട്ടു. അവ നമുക്ക് വേണ്ടി രോഗികളാകുകയോ അവ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതിനും നന്ദി പറയണം. ഈ ബോധത്തോടെ ഇപ്പോൾ കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ട ആ മാലാഖമാരായി തീർന്ന ആ കുഞ്ഞുങ്ങളും മാതാവും യോസേഫും എല്ലാം നമ്മുടെ അടുത്തൂടെ കടന്നു പോവുകയാണ്. ഇന്ന് നമുക്ക് പുതുതായി ലഭിക്കുന്ന പ്രാണക്കുട്ടികളെ ഏറ്റുവാങ്ങുകയും ഇന്ന് പ്രായപൂർത്തിയായവരുടെ തോളിലേക്ക് നമ്മുടെ ചുമതലകൾ പങ്കിടുകയും ചെയ്യുന്ന ആ വേല ഇന്ന് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ പ്രാർത്ഥനയിലും സ്തോത്രത്തോടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൺവെയർ ബെൽറ്റ് വഴിയായി നമ്മുടെ ഭാരങ്ങൾ പിതാവിന്റെ സന്നിധിയിലെത്തും. പുത്തൻ അതിന്റെ ഇടയ്ക്ക് നിന്ന് മുകളിലേക്ക് അത് താങ്ങിക്കൊടുക്കും. പിതാവ് സോർട്ട് ചെയ്ത് അത് എനം തിരിച്ചിട്ട് തിരികെ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ മുഖത്തിൽ നല്ല സുഖമായിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ തിരികെ പോകുമ്പോൾ കർത്താവ് അനുവദിച്ച ജോലി മാത്രമേ ചെയ്യാവൂ, കർത്താവ് തന്ന ജോലി മാത്രമേ ചെയ്യാവൂ, കർത്താവ് തന്നാന്ന് ബോധ്യമുള്ളതേ ചെയ്യാവൂ. അത് മൃദുവായിരിക്കും, അത് ലഘുവായിരിക്കും. അതിനോട് യേശുവും കൂടെ കാണും. പ്രാണപ്രിയനോടൊപ്പം പ്രാണക്കുട്ടികൾ ചെയ്യുന്ന വേല വളരെ ഹൃദ്യമാണ്, വളരെ ആസ്വാദ്യകരമാണ്. അത് മാത്രം ഏറ്റെടുത്ത് ജീവിതയാത്ര ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഈദോ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നത്.